പാമ്പാടി തിരുമേനിയുടെ കാലം വരുമ്പോഴും വിദ്യാഭ്യാസപരമായും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ തിരുമേനിയുടെ അരികിൽ വരും. തിരുമേനി ചിലപ്പോൾ 100 രൂപയോ അല്ലെങ്കിൽ കയ്യിലുള്ളത് എടുത്ത് കൊടുത്തിട്ട് മോനെ അല്ലെ മോളെ നീ പോയി പഠിച്ചോളാൻ പറയും. അങ്ങനെ ജോഷുവാച്ചൻ്റെ അച്ഛൻ്റെ കൊച്ചുമ്മയുടെ അമ്മ പിതാവ് അച്ഛനായിരുന്നു. രണ്ടുപേരും ഇവിടെ വന്നപ്പോഴും കയ്യിലുണ്ടായിരുന്ന ചെറിയ തുക എടുത്ത് കൊടുത്തിട്ട് പോയി പഠിച്ചോളാൻ പറഞ്ഞു. വലിയൊരു ഡോക്ടറായി. പിന്നീട് ജോഷുവാച്ചൻ്റെ കൊച്ചുമ്മ വരെ ആകാനുള്ള ഒരു ഭാഗ്യം. അപ്പോൾ എനിക്ക് ഓർമ്മിക്കാനായിട്ടുള്ളത് കോട്ടയം ഭദ്രാസനത്തിന്റെ ഇപ്പോഴത്തെ പത്രാപരത്തായിരിക്കുന്ന അഭ്യന്തര ജേസുലോസ് തിരുവേനിയായിട്ട് തിരുവേനിയുടെ 2017 ചാർജ് എടുക്കുന്ന സമയം മുതൽ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഏത് പറഞ്ഞാലും ഇതിനോട് നോ എന്ന് പറയാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ 4-5 വർഷം മുമ്പ് ഞങ്ങൾ 2-3 അച്ഛന്മാരെ ഒത്തിരി നേഴ്സിംഗ് കോളേജുകളൊക്കെ പോയി കാണാനും ഏറ്റവും കുറഞ്ഞ ചെലവിൽ നേഴ്സിംഗ് പഠിക്കാനുള്ള 1-2 കോളേജുകൾ സെലക്ട് ചെയ്യാനും അങ്ങനെ 4 വർഷമായിട്ട് ഏകദേശം 160 കുട്ടികളോളം അവിടെ പഠിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഒരു കോളേജായിട്ട് നമ്മുടെ കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു കോളേജായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ 8-10-12 ലക്ഷം മുടക്കേണ്ടത് 6.25 ലക്ഷവും ആദ്യമേ തുടങ്ങിയപ്പോൾ 4,70,000 മാത്രമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമുള്ള റിസൾട്ട് വന്നു. ഇപ്പോഴത്തെ 4th ഇയർ എല്ലാവരും പാസ്സായി. എല്ലാവർക്കും നല്ല മാർക്ക്. ഇപ്പോഴത്തെ പഠിപ്പിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാണുള്ളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാനും തിരുമേനിയുടെ ഒരു സപ്പോർട്ട് ഞാനിവിടെ മാനേജരായിരുന്ന സമയത്ത് ലഭിച്ചിട്ടുണ്ട്. അന്നൊക്കെ ആരെങ്കിലും കുട്ടികൾ ഇത് ആപ്ലിക്കേഷനുമായിട്ട് വന്നാൽ ആരോടെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോ 50,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ 10-1 ടൈറ്റ് 5,000 രൂപ വെച്ച് ഒരു കുട്ടിയുടെ ഇതിന് നേഴ്സിംഗിന്റെ ഒരു പഠനത്തിന് സഹായമായിട്ട് അയക്കാവോ അങ്ങനെയൊക്കെ അയച്ച് ഒത്തിരി പേരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ പാമ്പാടി തയ്യാറായി എന്ത് ആപ്ലിക്കേഷൻ വന്നാലും അതിനൊരു പരിഹാരമുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അതിനൊരു പരിഹാരമാണ് പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥത. ആപ്ലിക്കേഷൻ ഷീറ്റ് 91 അപേക്ഷകൾ വന്നു. അതിൽ 10 ആപ്ലിക്കേഷൻ ഐക്യം ചാരിറ്റീസ് ഏകദേശം 20,000 രൂപ വെച്ച് അവർക്ക് കൊടുക്കാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കുഞ്ഞുങ്ങളാണ്. അവരുടെ ആപ്ലിക്കേഷൻ പ്രത്യേകമായിട്ട് കളക്ട് ചെയ്തു. 6 കുട്ടികൾക്ക് 25,000 രൂപ വെച്ച് ലഭിക്കാനായിട്ട് ഇടയായി. ബാക്കിയുള്ള 75 പേർക്കാണ് തിരുവേനി പറഞ്ഞത് ആരെയും മാറ്റി നിർത്തണ്ട, എല്ലാവർക്കും ഭദ്രാസനത്തിന്റെ കളക്ഷൻ അനുസരിച്ച് ബാക്കിയുള്ള ക്രമീകരണമനുസരിച്ച് തിരുവേനിക്ക് ഉള്ളിൻ്റെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു 50,000 രൂപ വെച്ചെങ്കിലും ഒന്ന് കൊടുക്കണം. പക്ഷെങ്കിൽ ആ ഒരു സാധ്യത വരുന്ന വർഷം ആദ്യം മുതലേ ഇതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. ആപ്ലിക്കേഷൻ സ്വീകരിച്ച് പലരോട് കണക്ട് ചെയ്ത് അവരെ കൊണ്ട് ഓരോരുത്തരെ സഹായിക്കാനും അങ്ങനെ കൂടുതൽ ഒരു ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ചാൽ തിരുവേനിയുടെ ആഗ്രഹത്തിനപ്പുറം പോകാൻ തക്കവണ്ണം ഒരാൾ പഠനം വേറൊരാളെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കാൻ അങ്ങനെയൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. കഴിയുമെന്നൊരു വലിയ പ്രത്യാശയാണ് ഇപ്പോൾ ഉണ്ടായത്. ഏതായാലും ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തനം ഇതിന് പുറകിൽ ഉണ്ടായിരുന്നു. ഒരു കൂപ്പൺ കളക്ഷനിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ ഭദ്രാസനത്തിൻ്റെതായി ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. ബാക്കിയുള്ള എമൗണ്ടുകൾ പലരെ കുടിക്കുന്ന സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായില്ല എങ്കിലും തിരുമേനിയുടെ അനുവാദപ്രകാരം ഇപ്പോൾ ഈ 75 പേർക്ക് നേഴ്സിംഗ് സ്റ്റുഡൻസിന് 20,000 രൂപ വെച്ച്, അതുപോലെ തന്നെ ബാക്കിയുള്ള കോഴ്സുകൾക്ക് 15,000 അവരുടെ ഡിഗ്രിയൊക്കെ പഠിക്കുന്നവർക്ക് ഒരു 5,000 രൂപ വെച്ചും ഒക്കെ കൊടുക്കുന്നു. അതിനേക്കാൾ ഉപരിയായി പാമ്പാടി സന്നിധി അഭിയുന്ന തിരുവേനിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു ചെറിയ തുക എന്ന് ഞാൻ പറയുന്നത് അത് മേടിച്ചിട്ട് പോയാൽ അതിന് പൊരിച്ചോളും. പാമ്പാടി തിരുവേനിയുടെ മധ്യസ്ഥതയുള്ള അത് വളർന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് ലഭിച്ചോളും എന്നാണ് ഞാൻ മുമ്പേ ഓർമ്മിച്ചത്. അതുകൊണ്ട് ഈ ഒരു വർഷം ഇത്രയും പേർക്കെങ്കിലും സഹായം എന്ന് പറയുന്നില്ല, സഹായമല്ല, നിങ്ങളെ ഒരു സ്കോളർഷിപ്പ് നൽകി ആദരിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു പ്രചോദനം സഭയുടെ ഭാഗത്തു നിന്ന് ഭദ്രാസനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ഒരു വലിയ ചിന്തയാണ് വേണ്ടി. അപ്പോൾ ബഹുമാനപ്പെട്ട സംസ്ഥാന
ഓർപ്പിച്ചതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കുള്ളത് അല്ലെ നമുക്ക് ലഭിച്ചത് നമുക്കൊന്ന് പങ്കുവയ്ക്കാനായിട്ട് കഴിയണം. ആ ഒരു ചിന്തയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഒരു പേപ്പർ ഒപ്പിടിപ്പിച്ച് മേടിച്ചു. ഭദ്രാസനത്തിന്റെ തുടർന്നുള്ള എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളിലും എൻ്റെ ഒരു ഭാവി ജീവിതത്തിൽ അനുഗ്രഹപ്രദമായ ഒരു പ്രതികരണം ഉണ്ടാകുന്ന അത് നിങ്ങളുടെ ഒരു പ്രതിജ്ഞയായിട്ട് നിങ്ങൾ എടുക്കണം. പ്രത്യേകിച്ച് PhD നഴ്സിംഗ് അതുപോലുള്ള കോഴ്സുകളും എഞ്ചിനീയറിംഗും ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഉറപ്പിച്ചതുപോലെ ഇപ്പോൾ ചെറിയ സാലറിയൊന്നുമില്ല. 50,000, 60,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ ശമ്പളം മേടിക്കാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ അതിന് 10 മാറ്റി വെച്ചില്ല. ഭദ്രാസന മുഖേനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന ഒത്തിരി പേരെ ഒന്ന് സഹായിക്കാൻ കഴിയണം. ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം 3 ലക്ഷം രൂപ ശമ്പളത്തിൽ കയറിയ ഒരാള് എനിക്ക് കിട്ടുന്നത് മുഴുവൻ ഒരു പയ്യനാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 1-2 വർഷം കൊണ്ട് 30 ലക്ഷം രൂപ ഒരു വർഷം ശമ്പളം കിട്ടുന്ന ഒരാളായിട്ട് ഉയരാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കമ്പനിയിൽ ചെന്നു. ആ ഒരു കമ്പനി അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വലിയ കഴിവൊന്നുമില്ല, സാധാരണക്കാരനാണ്. പക്ഷെങ്കിൽ എനിക്ക് കിട്ടിയത് പങ്കുവെച്ചപ്പോ അതിന്റെ 10 ഇരട്ടി വരുമാനമുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റണം. ആ വ്യക്തിക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നുള്ളൊരു സാക്ഷ്യം ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്. ഞാൻ വലിയ ഭക്തനോ അല്ലെങ്കിൽ ചെറുപ്രായം മുതൽ എനിക്കറിയാവുന്നതാണ്, ഒരു ബന്ധുവാണ്. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പുറമെ അധികം നാട്യങ്ങളൊന്നും ഇല്ലെങ്കിലും അകമേ നല്ലൊരു ഹൃദയമുള്ളതുകൊണ്ട് അവനെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ആ 30 ലക്ഷം രൂപ മാസം സാലറി ഉണ്ടായിട്ട് അതിനേക്കാളും ഹയർ ഓപ്ഷനിലുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു പ്രൊമോഷൻ ലഭിച്ച നേരത്തെ നാട്ടിൽ തന്നെ ആയിരുന്നു ജോലിയെങ്കിൽ വിദേശത്തോട്ട് സ്വിറ്റ്സർലൻഡിന് മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നാം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ പാമ്പാടി തിരുവേലിന്റെ ഉള്ളും അഭിമന്യ തിരുവേലിയുടെ ഉള്ളും ഒക്കെയാണ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഒരു സഹായം ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ഇതൊരു സഹായമല്ല, നിങ്ങൾക്കൊരു പ്രചോദനം എന്നുള്ള നിലയിൽ ഇതിനെ ഉൾക്കൊള്ളാൻ ഒരു സ്കോളർഷിപ്പ് ആയിട്ടാണ് അത് നിങ്ങളൊരു അപ്രീസിയേഷൻ ലെറ്റർ തിരുമേനിയുടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ നാമമാണ് ഗ്രിഗോറിയോസ് സ്കോളർഷിപ്പ് എന്നാണ് അതിനിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥയിൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വരുന്ന വർഷം ആപ്ലിക്കേഷൻ നൽകുന്ന എല്ലാവർക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 10-20 തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു 50% വരുന്ന വർഷം നിങ്ങളെ സഹായിക്കാൻ പഠനത്തിന് പ്രചോദനം ലഭിക്കാൻ ഇടയാകത്തക്ക രീതിയിൽ നിങ്ങളുടെ ഒരു പ്രതികരണം പ്രാർത്ഥന ഉണ്ടാകും. 5,000 പേര് തോൽപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സംതൃപ്തി കിട്ടുന്ന, എല്ലാവർക്കും ഒരു മാർഗദർശനം നൽകുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് മാറണം. അതുകൊണ്ട് ഒരു 4 വർഷത്തേക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ PhD നഴ്സിംഗാനോ എഞ്ചിനീയറിംഗാനോ ഒക്കെ ജോലി കിട്ടും. അപ്പോൾ നിങ്ങളോട് ചോദിക്കാതെ തന്നെ ഈ പദ്ധതിക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇപ്പൊ തന്നെ ഒന്ന് ചിന്തിക്കണം. എന്താണെന്ന് വെച്ചാൽ എന്റെ പ്രയാസങ്ങളിൽ എന്നോടൊപ്പം നിന്നതാണ് എന്റെ സഭ. അതുകൊണ്ട് എന്റെ സഭയിലെ മറ്റുള്ളവർക്ക്, എന്നെ പോലെ ബുദ്ധിമുട്ടുന്നവർക്ക് ആ സഹായം കൊടുക്കണമെന്നുള്ളൊരു ചിന്ത ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറുതെങ്കിലും വലുതായ അനുഗ്രഹത്തിന് നിങ്ങൾ അതിന് പുറകിൽ സംഭാവന തന്നവരുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ പദ്ധതി കുറച്ചുകൂടെ വിപുലമായിട്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻസ് 128 വീടുകൾ കോട്ടയം ഭദ്രാസനത്തിൽ ഇനിയും പണിയാനുള്ള വീടില്ലാത്തവരുണ്ടെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇനിയും പലരും ആപ്ലിക്കേഷൻ തരാനുണ്ടായിരിക്കും. പക്ഷേ ആപ്ലിക്കേഷൻ തന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിഗണിക്കാൻ ഇടയാകുന്ന ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. അതുകൊണ്ട് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥ നമ്മളോടൊപ്പമുണ്ട്. മറ്റ് തിരുമേനിമാരുടെയും മനസ്സാണ് ഞാൻ പറഞ്ഞത്. അഭിമന്യനായ ഗൗരീസ് മാറിയ തിരുമേനി ആണെങ്കിലും കയ്യിൽ കിട്ടുന്നത് മുഴുവൻ അത് സ്വയമേ എടുക്കാത്ത പല സന്ദർഭങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയാണെന്ന് പോലും നോക്കാതെ
കൈവത്തൊക്കെ കിട്ടുന്നത് അന്നേരം തന്നെ നല്ല കാര്യങ്ങൾക്ക് എടുത്ത് കൊടുക്കുന്നത് നേരിട്ട് കാണാനായിട്ട് ഇടയായി. അതുകൊണ്ടാണ് തിരുവേനിക്കും ആദ്യ കാലഘട്ടങ്ങളിൽ മദ്രാസുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒത്തിരി കടവ് പ്രയാസം അവസാന കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ ഒത്തിരി സന്തോഷവും സംതൃപ്തിയും ഒക്കെ അനുഭവിക്കുവാൻ ആ മനസ്സിന്റെ ശുദ്ധിയാണ്. അതുകൊണ്ട് ആ മനസ്സിന്റെ ശുദ്ധി നമ്മളെ കാത്തു സൂക്ഷിക്കാം. ഈ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്ന നല്ല വഴിയിൽ കൂടെ മുന്നേറുവാൻ കഴിയട്ടെ. പ്രത്യേകിച്ച് ഈ സ്കോളർഷിപ്പിന് അർഹരായ എല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്